എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്, ഒത്തിരി കുട്ടികളുടെ പ്രതീക്ഷയാണ് ഈ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അതായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട്, അതായത് എന്താ പറയുന്നത്, തകർന്നു പോയത്. ഏകദേശം 1.5 വർഷക്കാലം വരെ പ്രിപ്പയർ ചെയ്ത ഈ ഒരൊറ്റ പരീക്ഷയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഒരൊറ്റ അനൗൺസ്മെന്റോട് കൂടി, അതായത് നീറ്റ് എക്സാമിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ല, പകരം ആ എക്സാം എന്ത് ചെയ്യുകയാണ്, ബാൻ ചെയ്യുകയാണ്. അടുത്തൊരു എക്സാം ഉടനെ വരുന്നു എന്നൊരു ന്യൂസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ന്യൂസുകളിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. നിങ്ങളും അതിൽ ചിലപ്പോൾ വിഷമിച്ചിരുന്ന കുറേ പേരുണ്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന്, അല്ലെങ്കിൽ ചോദ്യപേപ്പർ സുരക്ഷാ വീഴ്ചയെ തുടർന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനും നമ്മുടെ ഗവൺമെന്റും ഇന്ത്യൻ ആർമിയും ഒക്കെ ചേർന്നിട്ട് ഒരു പുതിയൊരു അപ്ഡേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി മുതൽ നീറ്റ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്ന ഇന്ത്യൻ എയർഫോഴ്സ് യൂണിറ്റുകളാണ്. വലിയൊരു സുരക്ഷാ വീഴ്ചയായിരുന്നു നീറ്റ് പരീക്ഷകൾ നടന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം തുടർന്ന് ഇന്ത്യയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ ഇതേ തുടർന്ന് പുതിയൊരു അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതൽ ഇന്ത്യൻ എയർഫോഴ്സ് യൂണിറ്റിന്റെ ഇൻവോൾവ്മെന്റോട് കൂടിയിട്ടായിരിക്കും നീറ്റ് എക്സാം നടത്തുന്നത്. അതായത് ചോദ്യപേപ്പർ കൃത്യമായിട്ട് ആ ഒരു ഹാളിൽ എത്തിക്കുക, ആ ഒരു പരീക്ഷാ അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ആരായിരിക്കും ഏറ്റെടുക്കുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ് യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് ഇവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ ന്യൂസിലായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമുകളിലായാലും കണ്ടിട്ടുണ്ടായിരിക്കും. SSC GD എക്സാമിലും ഇതുപോലൊരു വിവാദം വന്നിരുന്നു. ചോദ്യപേപ്പർ വീഴ്ചയെ തുടർന്നിട്ട് ഒരുപാട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കുട്ടികൾ എക്സാം സെന്ററുകൾ തല്ലിപ്പൊളിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പോഴായിട്ടല്ല, ഒരുപാട് തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ SSC പരീക്ഷകളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇൻവോൾവ്മെന്റോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ UPSC പരീക്ഷകളൊക്കെ സ്വാഭാവികമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ അത്തരത്തിലൊരു മാറ്റം ഇപ്പോൾ നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് വന്നതുപോലൊരു മാറ്റം SSC പരീക്ഷകൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് യൂണിറ്റിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റിൽ നമ്മുടെ SSC പരീക്ഷകൾ നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മളുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളായിരിക്കും. ഒത്തിരി വർഷം കഷ്ടപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഫുൾ എഫേർട്ട് ഇടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ അങ്ങനെ ഒരു പരീക്ഷ എഴുതി ആ ഒരു പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അവർ പറയുകയാണ് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇന്ന എക്സാം ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എന്ത് ചെയ്യുക, ഇങ്ങനെ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് നടക്കുകയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിധിവരെ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം, നമ്മുടെ SSC പരീക്ഷകളും ഇത്തരത്തിൽ ഇപ്പോൾ GD പരീക്ഷകൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ നോക്കി നടത്തുന്നത് നമ്മുടെ ആർമി തന്നെയാണ്. അതുപോലെ റിട്ടേൺ എക്സാമും ഇവരുടെ ഇൻവോൾവ്മെന്റിൽ നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.